അന്തരിച്ച മുൻ മുഖ്യമന്ത്രിയും CPM-ന്റെ മുതിർന്ന നേതാവുമായിരുന്ന VS അച്യുതാനന്ദന് തമിഴ്നാട് നിയമസഭ ആദരമർപ്പിച്ചു. നിയമസഭാ സ്പീക്കർ പ്രമേയം അവതരിപ്പിച്ചു. കരൂർ ദുരന്തത്തിലും അനുശോചന പ്രമേയം അവതരിപ്പിച്ചെങ്കിലും തമിഴക വെട്ടി ഘടകത്തെക്കുറിച്ച് പ്രമേയത്തിൽ പരാമർശമില്ല. முதலமைச்சர் அவர்கள் மறைவு குறித்து இந்திய மார்க்சிஸ்ட் கம்யூனிஸ்ட் கட்சியின் முதுபெரும் தலைவரும் கேரள மாநில முன்னாள் முதலமைச்சருமான தோழர் திரு VS அச்சுதானந்தன் அவர்கள் 21/7/2025 அன்று மறைவுற்ற செய்தி அறிந்து இப்பேரவை அதிர்ச்சியும் ஆற்றொணா துயரமும் கொள்கிறது. கேரள மாநிலத்தின் மிக பெரும் அரசியல் ஆளுமையாக திகழ்ந்த தோழர் திரு VS அச்சுதானந்தன் அவர்கள் கொள்கை உறுதிமிக்க பொது உடைமைவாதியாகவும் மக்கள் மனங்கவர்ந்த தலைவராகவும் திகழ்ந்தவர். அன்னாரது மறைவால் அவரை இழந்து வாடும் அவரது குடும்பத்தினருக்கும் மார்க்சிஸ்ட் கம்யூனிஸ்ட் கட்சி தோழர்கள் கேரள மாநில மக்கள் உள்ளிட்ட அனைவருக்கும் இப்பேரவை தனது ஆழ்ந்த இரங்கலையும் அனுதாபத்தையும் தெரிவித்துக் கொள்கிறது. முன்னாள் முதலமைச்சர் മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. റഹീസ് പറയൂ. തമിഴ്നാട് നിയമസഭ ഇന്ന് ആരംഭിച്ചപ്പോഴാണ് VS അച്യുതാനന്ദന് തമിഴ്നാട് നിയമസഭ ആദരവർപ്പിച്ചത്. സ്പീക്കർ അപ്പാവ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. അതിൽ VS അച്യുതാനന്ദനെ പ്രത്യേകമായി പരാമർശിച്ച് അദ്ദേഹത്തിന് വേണ്ടി അനുശോചനം അറിയിക്കുകയും ചെയ്തു. VS സമുന്നതനായ രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ജനങ്ങളുടെ ഹൃദയം കവരാൻ VS-ന് കഴിഞ്ഞിട്ടുണ്ട്. VS-ന്റെ അന്ത്യത്തിൽ കേരള ജനതയോടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും കുടുംബാംഗങ്ങളോടുമൊക്കെ അനുശോചനം അറിയിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നിയമസഭയിൽ തന്നെ VS അച്യുതാനന്ദൻ ഒരു ആദരവ് അർപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ പ്രാധാന്യത്തോടു കൂടി തന്നെ സർക്കാർ VS-ന് അനുശോചനം അറിയിച്ചു. അത് നിയമസഭയിൽ തന്നെ അറിയിച്ചു. നേരത്തെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട കക്ഷികളും സർക്കാരും ഒക്കെ ഔദ്യോഗികമായി തന്നെ VS-ന് അനുശോചനം അറിയിച്ചിരുന്നു. അതിന്ന് നിയമസഭയിലും കണ്ടു. അതിനപ്പുറത്തേക്ക് കരൂർ ദുരന്തത്തിലും നിയമസഭയിൽ ഇന്ന് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സ്പീക്കർ അവതരിപ്പിച്ച അനുശോചന പ്രമേയത്തിൽ പക്ഷേ TVK കുറിച്ച് യാതൊന്നും തന്നെ പരാമർശിച്ചിട്ടില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയിൽ ഇത്തരത്തിൽ അപകടമുണ്ടായി, അതിൽ 41 പേർ മരിച്ചു, അവർക്ക് അനുശോചനം അറിയിക്കുന്നു എന്ന നിലയിലാണ് ഈ അനുശോചന പ്രമേയത്തിൽ അത് ഉണ്ടായിരുന്നത്. TVK കുറിച്ച് എവിടെയും പരാമർശിച്ചിട്ടില്ല. അതുപോലെ തന്നെ അനുശോചന പ്രമേയത്തിൽ വേറൊരു തരത്തിലുമുള്ള ഏതെങ്കിലും കുറ്റപ്പെടുത്തലോ മറ്റോ ഒന്നുമില്ല. മുഖ്യമന്ത്രി അന്ന് രാത്രി തന്നെ കരൂരിലെത്തി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു എന്നതടക്കം അനുശോചന പ്രമേയത്തിൽ പറഞ്ഞിരുന്നു. എന്തായാലും സഭ ഇന്ന് അനുശോചന പ്രമേയം അവതരിപ്പിച്ച് പിരിഞ്ഞിട്ടുണ്ട്. നാളെ മുതൽ കരൂർ വിഷയം സഭയിൽ വലിയ തോതിൽ ചർച്ചയാകും. AIADMK അത് വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. താങ്ക് യു റഹീസ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.